ഹായ് ഓൾ, ഇറ്റ്സ് മൈ വ്ളോഗ് ബൈ ആദി. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ദിവസമായിരുന്നു. എന്നും വൈകി എണീക്കുന്നതുകൊണ്ട് ഇന്നും കുറച്ച് വൈകി എണീറ്റ് പോയി. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഒരു കുലിങ്ങിനെയൊക്കെ ആയിട്ട് അടിഞ്ഞൊരുങ്ങി ചുരിദാറൊക്കെ ഇട്ട് കുടുംബിനിയായി ഞാൻ റെഡിയായി. ഷാജിയുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. എത്തി മക്കളെ, നമ്മളെത്തിപ്പോയി. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വണ്ടി എടുക്കുക. ഷാജിയുടെ ഡ്രൈവറാണ്, ടോറസ് ഒക്കെ ഓടിക്കുന്ന ഡ്രൈവറാണ്. ഒരു കമ്പനിയിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ചെറിയ വണ്ടി എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു, ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു, ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഈ 2025 ആയപ്പോൾ ഞങ്ങൾക്കത് സാധിച്ചു. ഷാജിയുടെ ഒരു ഫ്രണ്ടും കൂടി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയതൊക്കെ സൈൻ ചെയ്തിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നു, നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, ആരാണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ മിഡിൽ ക്ലാസ്സുകാരൊക്കെ കുറച്ച് പതുക്കെ സെറ്റാവുള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയുണ്ട് എനിക്ക് ഓർമ്മ വന്നത്. ആൾക്ക് കുറച്ച് ടെൻഷനും പിന്നെ കുറേ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വണ്ടീനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ മാനേജർ ആൾ എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് കൊടുത്തു, നമ്മുടെ പ്രൂഫ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ. പിന്നെ കുറച്ച് സൈനൊക്കെ ഇടാനുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് ചെയ്തപ്പോൾ അതിനെക്കുറിച്ചൊന്നും വലിയ ചിന്ത ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്കാണെങ്കിൽ എപ്പോഴും വിശന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് അന്നേരം വിശപ്പൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ അതൊക്കെ കണ്ട് അവർ സംസാരിക്കണ കേട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനതൊരു ഷോർട്സ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്ക് ഇത്രയധികം സന്തോഷമുള്ളതുകൊണ്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാകും. പറഞ്ഞു കേട്ടിട്ടില്ലേ, കുന്നോളം ആഗ്രഹിച്ചാലോ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ. അതൊക്കെ സത്യമാണ് കേട്ടോ. പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ വണ്ടി ഡെലിവറിക്കുള്ള ടൈമായി. പിന്നെ ഒരു പ്രൊസീജിയർ പ്രകാരം വണ്ടിയിലെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ടോൾ ഫ്രീ നമ്പർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒപ്പോടൊപ്പമായിരുന്നു കുറേ ഒപ്പുകൾ. എനിക്ക് പിന്നെ സ്വന്തമായിട്ടൊരു ഒപ്പുമില്ല, പ്രത്യേകിച്ചൊരു ഒപ്പുമില്ല, തോന്നുന്ന ഒപ്പം. അതുകൊണ്ട് ഞാൻ അതൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നിന്നു. അപ്പം നമ്മുടെ താക്കോൽ തരുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഞാൻ കുറേയധികം സന്തോഷത്തിലാണ്. ഷാജിയേട്ടനും അത്യാവശ്യം ഹാപ്പിയാണ്. നമ്മൾ ടാറ്റയുടെ LPT 1216 ട്രക്ക്, ആ വണ്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. എനിക്ക് വണ്ടീനെക്കുറിച്ച് അങ്ങനെ വലിയ അറിവുകളൊന്നുമില്ല, പക്ഷേ ഷാജിയേട്ടൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് ചില വണ്ടികളുടെ പേരുകൾ അറിയാം, മോഡലുകൾ അറിയാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ 2 വീലർ ആണെങ്കിൽ കൂടെ ഓടിക്കാൻ അറിയെങ്കിലും എനിക്ക് ഷാജിയേട്ടൻ്റെ പുറകെ ഇരുന്ന് പോകണതാണ് കുറേ ഇഷ്ടം. ഇതൊക്കെ ഏറ്റവും നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. പിന്നെയും കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹം ഒരു ദിവസം എന്തായാലും നടക്കും. നമ്മൾ വണ്ടീനൊന്ന് സുന്ദര കുട്ടപ്പനാക്കണം, കുറച്ചും കൂടി സൂപ്പറാക്കിയിട്ട് നമുക്ക് പൂജിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ ടു ഓൾ.